ആധ്യാത്മികമായ കാര്യം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ തെറ്റുകുറ്റങ്ങളെയും നമ്മുടെ മഹത്വപരമായ കാര്യങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നതിന് നിങ്ങളെ പ്രധാനമായും ഒരു പ്രാപ്തനായ വ്യക്തിയാക്കി മാറ്റുന്നതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ ദിനചര്യകളിൽ മാറ്റം വരുത്തുക. നിങ്ങൾ നിങ്ങളുടെ സ്വഭാവ രീതിയിലെ പരിവർത്തനപ്പെടുത്തുവാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാ വൈകല്യങ്ങളെയും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ പുരോഗതിക്കായിട്ടുള്ള ചുവടുവെപ്പ് എപ്രകാരം വെക്കണമെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ജീവിതത്തിൽ ഒരു സമയങ്ങൾക്ക് അനുകൂലമായി നാം ഇടപെടലുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ശരി സംഭവിച്ചേക്കാം. എന്നാൽ ആ തെറ്റ് ശരി എന്താണെന്ന് മനസ്സിലാക്കി നമ്മളവിടെ അതിനെ തിരുത്തുവാൻ കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു കരുത്താണ് നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നമ്മളെ പ്രാപ്തനാക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരം മുമ്പോട്ട് പോകുന്നു എന്നതിൻ്റെ യഥാർത്ഥ കാര്യം കണ്ടെത്തുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. ജീവിതത്തിൽ തെറ്റ് ശരിയും എല്ലാവരിലും ഉണ്ടാകും. എന്നാൽ ആ തെറ്റുകുറ്റങ്ങളെ മനസ്സിലാക്കി തിരുത്തുന്നവനാണ് ഉത്തമനായി മാറുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തെറ്റെന്തെന്നുള്ളത് ആദ്യമേ കണ്ടെത്താൻ നോക്കുക, പിന്നീട് അതിനെ തിരുത്തുക. ജീവിതത്തിൽ നമുക്ക് ഓരോ സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും പദവികളും ഒക്കെ ലഭിക്കും. പക്ഷേ അത് വെറുതെ നമ്മുടെ കഷ്ടപ്പാടില്ലാതെ ആ ജീവിതത്തിൽ നമുക്കൊന്നും തന്നെ ലഭിക്കുകയില്ല. നമുക്ക് ഏത് സ്ഥാനം, ഏത് മൂല്യത്തിൽ ഉള്ള പൗരനായി ജീവിക്കണം. നമ്മളുടെ ചുറ്റുപാടുമുള്ള വ്യക്തികൾ നമ്മളെ ബഹുമാനിക്കണം. അങ്ങനെ നാം കരുതുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുന്നതാണ്. എപ്രകാരമെന്ന് വെച്ചാൽ നമ്മൾ പരിശ്രമിക്കണം. പരിശ്രമത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന വ്യക്തിക്ക് ഒരിക്കലും ജീവിതത്തെ മനോഹരമാക്കി തീർക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളെപ്പോലും തിരുത്തിക്കൊണ്ട് മറ്റു വ്യക്തികൾക്ക് മാതൃകയാകുന്ന വിധത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഴിവുകളും സാമർഥ്യവും തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ അന്തരീക്ഷത്തോടും എല്ലാ കാര്യങ്ങളിലും എല്ലാ ചുറ്റുപാടുകളോടും നിങ്ങൾക്ക് പൊരുത്തപ്പെടാനും നിങ്ങളുടെ ജീവിതശൈലിയെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനും അങ്ങനെ നിങ്ങളുടെ മനസ്സിന് സന്തോഷം വരുത്താനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. സ്നേഹിക്കപ്പെടുന്നതും തമ്മിൽ ഉള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്നേഹിക്കുന്ന ആൾ നമ്മളെ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ആ സ്നേഹത്തിൽ കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസും ആ സ്ഥാനമാനങ്ങളും ഒന്നും അവർ നമുക്ക് തിരിച്ചു തരുന്നില്ലായിരിക്കാം. പക്ഷെ നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയം പോലും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കുകയും അവരോട് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പെരുമാറ്റത്തിലെ നമ്മളുടെ ഏറ്റവും വലിയൊരു കഴിവാണ് നമ്മളാ കാണിക്കുന്നത്. അത് മനസ്സിലാക്കാത്ത വ്യക്തികളെ എങ്ങനെ വേണേലും നമ്മളോട് പെരുമാറിക്കോട്ടെ. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറ്റു വ്യക്തികളോട് സ്നേഹവും കരുണയും കാണിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും നഷ്ടമാകത്തില്ല. ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്ന സ്നേഹങ്ങൾ ചിലപ്പോൾ തിരിച്ച് കിട്ടിയില്ലെന്ന് വരാം. എന്നാൽ അത് സന്ദർഭോചിതമായ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരിക്കൽ കൊടുത്ത സ്നേഹം വേറെ ആരിൽ നിന്നെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ്. അതുകൊണ്ട് സ്നേഹത്തെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തിരിച്ചു കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് ആർക്കും സ്നേഹം കൊടുക്കാതിരിക്കുക, ആരോടും അങ്ങനെ സ്നേഹം കാണിക്കാതിരിക്കുക. നമുക്ക് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടാതെ പോകും. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ വിഷമം തോന്നാനുള്ള ഒരുപാട് സാഹചര്യങ്ങളൊക്കെ വരാം. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഒന്നും തിരിച്ചു കിട്ടാൻ വേണ്ടി വിചാരിച്ചുകൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യരുതും. നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളും കർമ്മങ്ങളും ചെയ്യുക. നമുക്കതിനെ അനുകൂലമായ ഫലം എന്തെങ്കിലും ഈശ്വരൻ തരും, ദൈവം തരുമെന്ന് വിശ്വസിക്കുക. അങ്ങനെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഉന്നതങ്ങളിലെത്താനും വലിയ സ്വന്തം പ്രാപ്തിയും സ്വന്തം കഴിവും കാണിക്കാനുള്ള അവസരങ്ങളും എല്ലാം പ്രാപ്തമാകുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമായി തീരും. നിങ്ങൾക്ക് നാളെ ഒരു പ്രത്യേകതരമായ മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക. ജീവിതത്തിൽ ഒരിക്കലും തളരാതിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ജീവിതത്തിൽ പലതരത്തിലെ പ്രതിസന്ധികൾ നമ്മെ അലട്ടും. സംഘർഷങ്ങളോട് നമുക്ക് ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും പോരടിക്കേണ്ടതായിട്ട് വരും. നമുക്ക് പൊരുതി നിൽക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരെ വന്നേക്കാം. പക്ഷെ നമ്മൾ നമ്മുടെ സംഘർഷാവസ്ഥയോട് ഒരിക്കലും ഭയപ്പെടരുതും. കാരണം ഒരു കടൽ ശക്തമായി അടിച്ചെന്ന് വെച്ച് കര അതിനോടൊപ്പം പോകാറില്ല. കര എപ്പോഴും തിരമാലകളുടെ ആ ശക്തമായ ആ കരുത്തറ്റ അടിയെപ്പോലും സഹിച്ചുകൊണ്ട് ആ തിരമാലയുടെ എല്ലാ ശക്തമായിട്ടുള്ള ആ ഒരു തിരയുടെ ആ ഒരു
പ്രഭാവത്തെ സഹിച്ചുകൊണ്ടാണ് ആ കര അവിടെ ക്ഷമതയോടെ നിൽക്കുന്നത്. അതുകൊണ്ട് കരയ്ക്ക് ഉള്ള ആ ഒരു ശക്തി എന്ന് പറയുന്നത് ഒത്തിരി വലുതാണ്. തിരമാലകൾക്കുള്ള ശക്തി എന്ന് പറഞ്ഞാലും അതും തീവ്രം തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു ബന്ധത്തെ നിങ്ങൾ ഓർക്കുക. അതിലെന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളത് അത് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ജീവിതത്തിൽ ഒരു വലിയ കാറ്റടിച്ചാൽ ചിലപ്പോൾ വൃക്ഷങ്ങൾ വരെ ആ കാറ്റിനോടൊപ്പം പറഞ്ഞു പോയെന്ന് വരാം. പക്ഷെ ഒരു വലിയ പർവ്വതം ഒരിക്കലും ആ കാറ്റിൻ്റെ ഒപ്പം പോവുകയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ആത്മബലത്തെ നിങ്ങൾക്ക് വീണ്ടെടുക്കാനും ശക്തമാക്കാനും കഴിയുന്നതാണ്. ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചാൽ മാത്രമേ വിജയങ്ങൾക്ക് ഏറ്റവും ശക്തിയും അമൂല്യമായ മൂല്യതയും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശക്തിയും കരുത്തും എപ്പോഴും നിങ്ങൾ ഏറ്റവും കരുത്തുറ്റ കാര്യങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് നോക്കുക. നിങ്ങൾക്കപ്പോൾ ശക്തനാകാൻ കഴിയും, നിങ്ങൾക്ക് കരുത്തുള്ളവനാകാൻ കഴിയും. നിങ്ങളെ ശക്തനല്ലെന്ന് വിചാരിച്ചാൽ നിങ്ങളെ കാട്ടിലെ ശക്തൻ വേറൊരാളുണ്ടെന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ ആ ഒരു പരാജയത്തിനുള്ള കാരണം അവിടെ തുടങ്ങുകയാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ശക്തിയിൽ വിശ്വസിക്കുക. നിങ്ങളെക്കാളിലും വലിയ ശക്തനായ വ്യക്തി ഇല്ലെന്ന് കരുതുക. നിങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങളെ തിരിച്ചറിയുക. നിങ്ങൾക്ക് എന്താണ് കുറവ്, എന്താണ് കുറ്റങ്ങൾ, അത് കണ്ടെത്തി അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങളെ ആർക്കും തന്നെ പരാജയപ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല. അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. സ്വന്തം ബോധത്തെയും മനസ്സിൻ്റെ ഉണർവിനെയും വളർത്തിയെടുക്കുക. പെരുമാറ്റത്തിൽ നമുക്ക് പലതരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും ദോഷങ്ങളും വൈകൃതങ്ങളും വൈകല്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് നമ്മുടെ മാത്രം കുഴപ്പമാണെന്ന് നമ്മളെപ്പോഴും ചിന്തിച്ച് വിഷമിക്കുന്നതിന് പകരം നമ്മൾ ആ കുഴപ്പങ്ങളെ എന്ത് കാരണം കൊണ്ടാണ് വന്നത്, ആ കാരണങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ കുഴപ്പങ്ങളെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. മനസ്സിനെപ്പോഴും ശക്തിയും കരുത്തും പ്രാപ്തമാക്കണമെങ്കിൽ നമ്മളെപ്പോഴും നേർവഴിയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയായിരിക്കണം. വളഞ്ഞ മാർഗത്തിലൂടെ എളുപ്പം നിങ്ങൾ ഒരു കാര്യത്തിൽ എത്തിച്ചേരാമെന്ന് വിചാരിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായി മാറുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും കാര്യം ചെയ്താലും ജീവിതത്തിൽ നിങ്ങൾ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് പറഞ്ഞു തരാൻ ചിലപ്പോൾ എന്നെക്കൊണ്ടായില്ലെന്ന് വരും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരും. എന്നാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം വാക്കുകൾ ആർക്കും ആരോടും പറയാം. പക്ഷേ നമ്മളത് മനസ്സിലാക്കി അത് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് പരിവർത്തനം സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പരിവർത്തനം ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് ജീവിതത്തിൽ അത് പ്രാപ്തമാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ മൂല്യമേറിയ വസ്തുക്കളിൽ കൊടുക്കുന്ന സ്ഥാനം, അത് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നെടുക്കുന്ന ആ ഒരു മാറ്റിവെക്കുന്ന ആ ഒരു ധനം കൊണ്ട് നിങ്ങളത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം, ഇതെല്ലാം വളരെ വലുതാണ്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു ചേരണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. ത്യാഗത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ആഗ്രഹിക്കുന്ന സാധനം എന്ത് തന്നെയാണേലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണേലും സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്ന എന്തെങ്കിലും വസ്തുവാണെങ്കിലും എന്തിനാണേലും നിങ്ങളുടെ ഒരു പ്രയത്നവും കഷ്ടപ്പാടും ഉണ്ട്. അപ്പോൾ അത് ഇല്ലാതെ നിങ്ങൾക്ക് എളുപ്പത്തിലൊന്നും തന്നെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ എളുപ്പത്തിൽ എന്ത് നിങ്ങൾക്ക് കിട്ടിയാലും അത് ജീവിതത്തിൽ ഒരിക്കലും അത് മൂല്യമുള്ള വസ്തുവായി മാറത്തുമില്ല. നമ്മൾ മൂല്യമുള്ള വസ്തുക്കൾ എപ്പോൾ സ്വന്തമാക്കുന്നതിലും അതിൽ കഷ്ടപ്പാട് വരണം, നമ്മുടെ പ്രയത്നം ഉണ്ടാവണം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രയത്നത്തെ മൂല്യമേറിയ വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രയത്നത്തിലൂടെ കഷ്ടതകളും ത്യാഗവും അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും സ്വന്തമാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ അത് ഒരിക്കലും നഷ്ടമാവത്തില്ല. അഥവാ നഷ്ടമായി പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് വിട്ടുപോയത് തിരികെ ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ സന്തോഷം ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ആർക്കും അടർത്തി മാറ്റാനും സാധിക്കത്തില്ല. നമ്മൾ കഷ്ടപ്പാടും പ്രയത്നവുമാണ് ജീവിതത്തിൽ എപ്പോഴും ചെയ്യേണ്ട കാര്യം. അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു സാഹചര്യത്തെയും നിങ്ങൾക്ക് പരിവർത്തനപ്പെടുത്താൻ സാധിക്കും. സമയത്തിന് അനുയോജ്യമാക്കി നിങ്ങളുടെ ഓരോ തീരുമാനങ്ങളെ നിങ്ങളുടെ മാത്രം മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മനോഹരമായ കാഴ്ചപ്പാടുകളിലൂടെ കടന്നു പോകാനും സാധിക്കുന്നതാണ്. എപ്പോഴും നമുക്ക് വേണ്ടത് ജീവിതത്തിൽ തോറ്റുപോകുന്നുള്ള പേടി മിക്കവർക്കും ജീവിതത്തിൽ വരാറുണ്ട്.
തോൽവിയെ ഭയക്കാത്ത വ്യക്തികൾ വളരെ കുറവായിരിക്കും. കാരണം വിജയത്തിലെത്തണമെങ്കിൽ നമുക്ക് തോൽവിയെ അഭിമുഖീകരിച്ചേ മതിയാകത്തുള്ളൂ. അങ്ങനെ തോൽവിയെ അഭിമുഖീകരിക്കാതെ ജീവിതത്തിൽ ആർക്കും തന്നെ വിജയത്തിലെത്താനും സാധിക്കത്തില്ല. ഒരു പ്രാവശ്യം തോറ്റുപോയത് കൊണ്ടോ 100 പ്രാവശ്യം തോറ്റുപോയത് കൊണ്ടോ നമ്മൾ തോറ്റുപോയ എന്ന് കരുതി പിന്നോട്ട് വലിയരുതും. ഏത് പ്രവൃത്തി ചെയ്താലും അതിൽ ഉറച്ചു നിൽക്കുക. ആ പ്രവൃത്തിയിൽ നിന്നുകൊണ്ട് ആ പ്രവൃത്തിയെ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താനുള്ള വഴിയാക്കിക്കൊണ്ട് മത്സരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ധർമ്മം. ആ ധർമ്മം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഉണർവ് ലഭിക്കുന്നതാണ്. എവിടെ നിന്നറിയാത്ത നിങ്ങൾക്കൊരു ഒരു അപ്രത്യക്ഷമായ ഒരു കരങ്ങളുടെ ഒരു ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. പുറകിൽ നിന്ന് നിങ്ങളെ മുമ്പോട്ട് തള്ളിവിടാൻ നിങ്ങളെ ആരോ പിന്നിൽ നിന്ന് സഹായിക്കുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ ഉണ്ടെന്ന് കരുതിയാൽ നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരുത്താൻ സാധിക്കും. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരാജയം സംഭവിക്കട്ടെ, അത് നാളത്തെ കാര്യമാണ്. പരാജയത്തിന് നിങ്ങൾ ഇന്നേ വിചാരിച്ച് പേടിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ശക്തമായിട്ട് ജയിക്കാനോ അല്ലെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാനോ സാധിക്കത്തില്ല. അതുകൊണ്ട് പരാജയപ്പെടുമെന്നുള്ള ഭയത്തെ ഒഴിവാക്കുക. ഭയമാണ് ജീവിതത്തിൽ എല്ലാവരെയും ഒരുപാട് തളർത്തുന്ന ഒരു മാനസികമായിട്ട് തളർത്തുന്ന ഒരു വികാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭയത്തെ ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഈ കാട്ടിൽ ആണെങ്കിലും നമ്മൾ നട്ടുവെക്കുന്ന ചെടികളിലാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കഴിയും, വലിയ മരങ്ങൾ വലിയ കാറ്റടിക്കുമ്പം ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് ആടി ഉലയും. വലിയ പ്രതിസന്ധികളോട് അതിന് മത്സരിച്ചുകൊണ്ട് നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ചില സമയത്ത് വലിയ കാറ്റടിച്ച ശക്തമായൊരു കാറ്റാണെങ്കിൽ ആ മരത്തിന് വല്ലാത്തൊരു ഇളക്കം വരെ സൃഷ്ടിക്കാൻ ആ കാറ്റിന് കഴിഞ്ഞെന്ന് വരും. അപ്പോൾ അവിടെ താഴെ നിൽക്കുന്ന ആ ഒരു ചെടി ഉണ്ടല്ലോ, ഒരു പുല്ല് പോലെ കാണുന്ന ആ കൊച്ചു ചെടി, ആ ഒരു ചെടിക്ക് ആ വലിയ കാറ്റിനെ ഭയം കാണത്തില്ല. അത് വളരെ ചെറുതായിരിക്കാം, പക്ഷേ അത് ആ കാറ്റിനോടൊപ്പം അടർന്നു പോകാതെ അത് കരുത്തൊറ്റതായിട്ട് അത് ഭൂമിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ്. കാരണം അതിൻ്റെ വിശ്വാസമാണ്. അത് കാറ്റിനോടൊപ്പം പോകത്തില്ലെന്നുള്ളൊരു വിശ്വാസം കൊണ്ട് അത് ഒടിഞ്ഞു പോവുകയോ മറിഞ്ഞു വീഴുകയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ ശക്തനെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ വൃക്ഷം ചിലപ്പം തകർന്ന് താഴെ വീണെന്നും വരാം. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനോധൈര്യത്തെ വർദ്ധിപ്പിക്കുക. മനോധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏത് ഒരു അപകടകരമായ സാഹചര്യത്തെ പോലും നിങ്ങൾക്ക് അനുകൂലമാക്കാൻ സാധിക്കുന്നതാണ്. വിജയത്തിന് എളുപ്പത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടി എളുപ്പത്തിലുള്ള പോംവഴികളോ ഒരിക്കലും ജീവിതത്തിൽ കണ്ടെത്തരുതും. കാരണം വിജയിക്കുക എന്നുള്ളത് തോൽവിയെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മൾ ജയത്തെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജയത്തെ പ്രാപ്തമാക്കണമെങ്കിൽ ഒരിക്കലും അനീതിയോ അല്ലെങ്കിൽ ധർമ്മത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തി കാണിച്ചുകൊണ്ടോ നമ്മൾ വിജയിച്ചാൽ ആ വിജയം ഒരിക്കലും ശാശ്വതമാകത്തില്ല. ആ ജീവിതത്തിന് നിങ്ങൾക്കൊരു സുഖമോ സന്തോഷമോ സമ്മാനിക്കത്തുമില്ല. അതുകൊണ്ട് എന്ത് പ്രവൃത്തി എപ്പോൾ ചെയ്താലും നിങ്ങൾ സത്യത്തെ നിലനിർത്തിക്കൊണ്ടും ധർമ്മത്തെ പരിപാലിച്ചുകൊണ്ടും മുമ്പോട്ട് പോകാൻ വേണ്ടി നോക്കുക. ജീവിതത്തിൽ തോൽവികൾ ഒരുപാട് സംഭവിച്ച വ്യക്തികൾ ഏറ്റവും അവസാനം വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ. അതുകൊണ്ട് തോക്കെന്ന് പറഞ്ഞ് നിങ്ങളൊരിക്കലും പേടിക്കേണ്ട. അതുപോലെ തോറ്റുപോയവരെ ഒരിക്കലും കളിയാക്കുകയും ചെയ്യരുത്. ഇന്ന് തോക്കുന്നവർക്ക് നാളെ നല്ല ശക്തമായിട്ട് വിജയിക്കാനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി വെക്കുമെന്നുള്ളത് ആരും മറക്കാതിരിക്കുക. അത് കാരണം ജീവിതത്തിൽ എപ്പോഴും തോൽവിയെ അഭിമുഖീകരിക്കുന്ന വ്യക്തിക്ക് പിന്നീട് അവൻ്റെ ഉള്ളിൽ തന്നെ ആ ഭയം ഒഴിവായി പോവുകയാണ്. പിന്നെ അവൻ ഒരിക്കലും ആ തോൽവിയെക്കുറിച്ച് ചിന്തിക്കത്തില്ല, ഭയക്കത്തുമില്ല. അങ്ങനെ ഭയക്കാതിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് എപ്പോഴും തോൽവിയെ വിജയമാക്കി മാറ്റാനുള്ള കരുത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കരുത്ത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രകാശം ഇരുളിനെ പോലും മാറ്റാൻ കഴിയും. ഇരുളിൽ എത്ര തന്നെ രാത്രി എത്ര തന്നെ ഉണ്ടെങ്കിലും, എത്ര ഇരുട്ട് നമ്മുടെ കൺമുൻപിൽ കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കയ്യിലൊരു ടോർച്ചുണ്ടെങ്കിൽ ആ ഒരു വെട്ടം കൊണ്ട് നമുക്ക് ആ ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതാണ്.
അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഇരുട്ടിൽ അകപ്പെടുമ്പോൾ പോലും നിങ്ങളുടെ വിശ്വാസം എപ്പോഴും പ്രകാശം നിറഞ്ഞതായിരിക്കണം. അങ്ങനെ പ്രകാശം നിറഞ്ഞ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വയമേ തന്നെ നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും വഴികാട്ടാനും സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാനുള്ള മനസ്സിന് കരുത്ത്, ദൃഢത, ആത്മവിശ്വാസം, ധൈര്യം ഇത്രയും നിങ്ങൾ ജീവിതത്തിൽ ആർജിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ് തന്നെ വ്യത്യസ്തമായി മാറുന്നതാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതം മറിയും. അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം പ്രയത്നിക്കുക. അതിനുവേണ്ടി നിങ്ങളുടെ ആത്മശക്തി കൈവിടാതെ നിങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. പലതരം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മളെ ഇടിച്ചു താത്തുന്നവരുണ്ട്, നമ്മളെ കുറ്റം പറയുന്നവരുണ്ട്, നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ കാലെ പിടിച്ച് വലിച്ച് താഴെയിടാൻ നോക്കുന്നവരൊക്കെ കാണും നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ വെക്കാൻ ശ്രമിക്കരുത്. അവരുടെ രീതിക്ക് എന്ത് വേണേലും പ്രവർത്തിച്ചോട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു മൂല്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ ആ കർത്തവ്യത്തിലേക്ക് തിരിഞ്ഞു ജയിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ മനസ്സിൽ അതിനുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയും വാക്ക് കേട്ട് ഒരിക്കലും തളരേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് മറ്റൊരാളുടെ വാക്ക് കേൾക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളെ മാറ്റേണ്ട കാര്യമില്ല. നിങ്ങളിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുക, ആ തീരുമാനങ്ങളെ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധികളെയും തട്ടിത്തെറിപ്പിക്കാനും നിങ്ങൾക്ക് സംഭവിക്കുന്ന തടസ്സങ്ങളെ നിങ്ങൾക്ക് തന്നെ ഒഴിവാക്കാനും സാധിക്കും. ജീവിതത്തിൽ എല്ലാവരും നമ്മളുടെ ഒപ്പം നിൽക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂട്ടായിട്ട് നിൽക്കണമെന്നൊന്നും ഒരിക്കലും സംഭവിച്ചൊന്നും വരത്തില്ല. ആര് നമ്മളെ തള്ളിപ്പറയുന്നോ നാളെ ആ ആളെ കൊണ്ട് നാം തിരുത്തി പറയിപ്പിക്കാനുള്ള സാഹചര്യം നമ്മുടെ ജീവിതം കൊണ്ട് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യമേറിയ ഒരു കാര്യം, ആ ഒരു വാക്കെന്ന് പറയുന്നത്. ആ ഒരു വാക്ക് മാത്രം നിങ്ങൾ ഓർത്തു വെക്കുക. അത് ആണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ആ ഒരു ശക്തി ആ വാക്കിന് മാത്രമാണ്. ആ വാക്കിൻ്റെ മൂല്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന സമയം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ നിങ്ങൾക്ക് വീണ്ടും ഓർത്തെടുക്കാനും അതുപോലെ നിങ്ങളെ ഇന്ന് കുറ്റപ്പെടുത്തിയവനെ കൊണ്ട് തന്നെ നാളെ തിരുത്തി പറയിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് പ്രാപ്തമാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ മുമ്പോട്ട് പോകുക, വിജയിക്കുക, ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. ജീവിതത്തിൽ ജയിച്ചവർക്ക് മുമ്പിൽ നിങ്ങളെ തോൽപ്പിച്ചെന്ന് കരുതിയവർക്ക് മുമ്പിലും നിങ്ങൾക്ക് ശക്തമായി ജയിച്ചുകൊണ്ട് നിങ്ങളുടെ കഴിവ് ശക്തിയും തെളിയിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും, പ്രാപ്തമാകുന്നതായിരിക്കും. അതുകൊണ്ട് വിജയത്തിലേക്കുള്ള വഴിയിൽ നിങ്ങളൊരിക്കലും ധർമ്മത്തെ മാറ്റി നിർത്താതെ മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ജീവിതം നിങ്ങൾക്ക് എപ്പോഴും മനോഹരമായിരിക്കും, അതുപോലെ നന്മ നിറഞ്ഞതുമായിരിക്കും. അതുകൊണ്ട് ജീവിക്കുമ്പോൾ എപ്പോഴും സത്യത്തെ നിലനിർത്തി അതിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഉത്തമനായ പൗരനും ഒരു ശ്രേഷ്ഠനായ വ്യക്തിയും ആകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടുകാരോ മിത്രങ്ങളോ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ തോറ്റു പോകുമെന്ന് ഭയപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഓക്കെ, ബൈ, ടാറ്റ. ഇത്രേ ഉള്ളൂ കൂട്ടുകാരെ.